ഒരു 3-4 പേര് വന്ന് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ജനലിൽ കൂടെ നോക്കിയപ്പോൾ 2-3 പേരെ അവർ കണ്ടു. കുട്ടികൾ നന്നായിട്ട് ഭയപ്പെട്ടു. അവർ കാറി നിലവിളിച്ചാണ് താഴേക്ക് എൻ്റെ പേര് സിസ്റ്റർ ജോത്സന. 15 വർഷമായി FCC സന്യാസ സഭയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. തലശ്ശേരി സെൻറ്റ് ജോസഫ് FCC പ്രൊൺഷ്ലേറ്റിൻ്റെ കീഴിൽ ഉള്ള ഒരു സ്ഥാപനമാണ് ഫാത്തിമ FC കോൺവെൻറ്റ് ആൻഡ് ലേഡീസ് ഹോസ്റ്റൽ. ഇത് കരിമ്പത്താണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെയാണ് ഒരു അനിഷ്ട സംഭവം ഉണ്ടായത്. ഏകദേശം 9:45 ആയപ്പോഴേക്കും ഒരു 3-4 പേര് വന്ന് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഹോസ്റ്റൽ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കല്ലെറിയുകയും കുട്ടികൾ കരഞ്ഞുകൊണ്ട് താഴേക്ക് വന്ന് സിസ്റ്റർമാരോട് പറയുകയും ചെയ്തു. സിസ്റ്റർമാർ 2 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ടോർച്ചടിച്ച് പുറത്തേക്ക് നോക്കുകയും ആരെയും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കുട്ടികൾ കല്ലെറിഞ്ഞപ്പോൾ ജനലിൽ കൂടെ നോക്കിയപ്പോൾ 2-3 പേരെ അവർ കണ്ടു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി നോക്കി, ആരെയും കണ്ടില്ല. അതിനുശേഷം ഏകദേശം ഒരു 11 മണിയായപ്പോൾ കുട്ടികളെല്ലാം കിടന്നു എന്ന് ഉറപ്പ് വരുത്തുകയും ഞങ്ങൾ താഴെ വന്ന് ഞങ്ങളുടെ റൂമുകളിൽ വന്ന് ഞങ്ങൾ കിടക്കാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ജനൽ ഇങ്ങനെ വലിച്ചടയ്ക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. ആ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഓർത്തു കുട്ടികൾ ആരെങ്കിലും ജനൽ വലിച്ചടയ്ക്കുന്നതായിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കിടന്നെങ്കിലും അങ്ങനെ ഉറങ്ങിയില്ല. അതിനുശേഷം രാവിലെയാണ് ഞങ്ങൾ വന്ന് ചാപ്പലിൽ പ്രാർത്ഥിക്കാനായി വന്നപ്പോൾ ചാപ്പലിൻ്റെ 2 ജനലും തകർന്നു കിടക്കുന്നത് കണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു പറയുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. ചാപ്പലിൻ്റെ ഈ 2 ഗ്ലാസ്സുകളാണ് അവർ പൊട്ടിച്ചത്. അപ്പോൾ അവർ എറിഞ്ഞ ഒരു കല്ല് ഈ ജനലിൻ്റെ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഈ കമ്പിയുടെ ഇടയ്ക്ക് കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റ് ജനലിലേക്ക് എറിഞ്ഞത് നമ്മുടെ വെട്ടുകല്ല് കഷ്ണമാണ്. ആ കഷ്ണം ഉള്ളിലേക്ക് പോവുകയും അത് പൊട്ടി ചെതറി പോവുകയും ചെയ്തായിരുന്നു. എൻ്റെ പേര് ജോസഫ് എന്നാണ്, വിളിക്കുന്നത് ജോയൻ. പിന്നെ ഞാൻ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാണ്. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മളാളും പേടിച്ചു പോകുമല്ലോ. ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. ഇങ്ങനെ കല്ലേറും ബഹളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു കോൺവെൻ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ നമ്മളെ പേടിയുണ്ടാക്കും. ഇത്രയും കാലം ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിയില്ല. ഞാനിങ്ങോട്ട് വിളിച്ചു, അന്നേരം ഫോൺ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നോണൊക്കെ സംഭവമുണ്ട്. രാത്രിയിൽ ഈ വൈകുന്നേരം എത്ര സമയം പറഞ്ഞില്ല. പിന്നെ വെളുപ്പിനോ അങ്ങനെ രണ്ടാമത് പിന്നെയും അങ്ങനെ കല്ലെറിഞ്ഞ് ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചു. പോലീസിൽ പരാതിപ്പെട്ട ഉടനെ തന്നെ പോലീസുകാർ അന്വേഷണത്തിനായി ഇവിടെ എത്തുകയും സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അതിനുവേണ്ട നടപടികൾ എടുക്കാമെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫോറൻസിക്കും വിരലടയാളത്തിന് അവരെ വിദഗ്ധരൊക്കെ വന്നു. അവരെല്ലാം പരിശോധിച്ചു, രേഖകളൊക്കെ ശേഖരിച്ചു. പിന്നെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അവർ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. അതിൽ നേഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, വർക്കിംഗ് വുമൻസ് ഉണ്ട്. നേഴ്സിംഗ് സ്റ്റുഡൻസിന് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അവർ കല്ലെറിഞ്ഞത്. കുട്ടികൾ നന്നായിട്ട് ഭയപ്പെട്ടു. അവർ കാറി നിലവിളിച്ചാണ് താഴേക്ക് ഓടി വന്നത്. 40 വർഷത്തോളമായി ഈ സ്ഥാപനം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. നല്ല സമാധാനപരമായിട്ട് പോകുകയായിരുന്നു ഇവിടെ. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഞങ്ങളിങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളുടെ സുപ്പീരിയേഴ്സിനെല്ലാം വിവരം അറിയിച്ചു. അവരെല്ലാം എത്രയും വേഗം തന്നെ എത്തി. ഇവിടുന്ന് സഹായത്തിനൊക്കെ എല്ലാവരും എത്തി. അപ്പോൾ ഉടനെ തന്നെ പോലീസിൽ അറിയിക്കാൻ പറഞ്ഞു. പോലീസിൽ അറിയിച്ചു. പിന്നെ അവരെല്ലാം വേഗം തന്നെ ഓടിയെത്തി.